പക്ഷേ ഈ മിന്നുന്ന വിജയത്തിനൊക്കെ ഇടയിലും കോൺഗ്രസിൽ ഫ്ലക്സ് യുദ്ധം തുടരുകയാണ്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന സന്ദേശമുള്ള ഫ്ലക്സ് ഉയർന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയാണ് കെ.സിയുടെ പോസ്റ്റർ. ഈ ഫ്ലക്സ് സംസ്ഥാനത്തെമ്പാടും ഉയർന്നിട്ടുണ്ട്. സമാനമായി ചെന്നിത്തലയുടെയും സതീഷിന്റെയും ഫ്ലക്സ് ബോർഡുകളും ഇന്ന് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള നേതാക്കളുടെ വടംവലിയും മറനീക്കി പുറത്തു വരികയാണ്. ഇതാണ് സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റ്. ഇന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വന്നവരെല്ലാം ഒരു ചിത്രം കണ്ടു. ചിരിച്ചുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം. മറ്റാരുമല്ല, ദാ ഈ ചിത്രം, കെ.സിയുടെ ചിത്രം. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: കുഞ്ഞുഞ്ഞിന് ശേഷം കെ.സി, കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി, ദ റിയൽ ലീഡർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കെ.സി. വേണുഗോപാൽ സംസ്ഥാന മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ ചിത്രം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. കുഞ്ഞുഞ്ഞിന് ശേഷം കെ.സി എന്ന വാചകം വെക്കുമ്പോൾ ഈ ബോർഡ് വെച്ചവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ പിന്തുണയിലുണ്ടായിരുന്ന എ ഗ്രൂപ്പ് MLA-മാരുടെ കൂടി പിന്തുണ കെ.സിക്കൊപ്പം നിർത്തുക എന്നുള്ളത്. വി ഡി സതീശൻ്റെ ഫ്ലെക്സ് ബോർഡുകളും ഇന്ന് എറണാകുളത്തെമ്പാടും ഉയർന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുമുണ്ട് ഈ ഫ്ലെക്സ് മത്സരത്തിൽ. കോഴിക്കോടാണ് ഇന്ന് പ്രചരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെടുന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഈ ഫ്ലെക്സ് ഒന്നും വെച്ചത് ഞാനല്ല എന്നാണ് കെ.സിയുടെ അവകാശവാദം. അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ വെക്കുന്നതിൽ നീരസമുള്ള ചില നേതാക്കളും കോൺഗ്രസിലുണ്ട്. ഈ ഫ്ലെക്സ് നോക്കിയിട്ടല്ല പാർട്ടി നേതാവിനെ തീരുമാനിക്കുക. അതിന് ചില നടപടിക്രമങ്ങൾ. ജനങ്ങളുടെ മനസ്സിൽ അവരുടെ പ്രതീക്ഷയുടെ നിറം കെടുത്തുന്ന ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ബിജു സൂര്യക്കൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.